എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് അറിയാത്തവർ ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ലോസ് ആയിരിക്കും. ഒരു ഹൈ വോളറ്റിലിറ്റി ആയിരുന്നു ഇന്ന്. രാവിലെ ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ മുകളിലേക്ക് പോയി താഴെ വന്ന് കുറച്ച് നേരം കൺസോൾട്ടേഷനായി വീണ്ടും മുകളിലേക്ക് പോയി താഴെ വന്ന് അവസാനം സ്ട്രെയിറ്റ്ലി പോസിറ്റീവിൽ, അതായത് ഒരു 10 പോയിൻറ്റ് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ടോട്ടലി പറയുകയാണെങ്കിൽ ഇന്ന് നല്ല വോളറ്റിലിറ്റി ആയിരുന്നു. മാർക്കറ്റ് വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ട്. അവിടെ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഒരു ട്രേഡർക്ക് ആവശ്യമായ എല്ലാ വിശേഷങ്ങളും വാർത്തകളും അതുപോലെ തന്നെ അത്യാവശ്യം ടിപ്സുകളുമൊക്കെ നൽകുന്നുണ്ട്. എല്ലാ ദിവസവും വളരെ സന്തോഷകരമായി മുന്നോട്ട് പോകുന്ന തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഏതായിരുന്നാലും ട്രംപിൻ്റെ തീരുവ കാര്യത്തിൽ ആശങ്കപ്പെട്ടത്ര പ്രശ്നം ഏപ്രിൽ 2 റെസിപ്രോക്കൽ താരിഫ് എല്ലാ രാജ്യങ്ങൾക്കും ഏർപ്പെടുത്തുമെന്നാണല്ലോ. അപ്പോൾ ആ ഏപ്രിൽ 2 അത്ര പ്രശ്നമുണ്ടാകുകയില്ല എന്ന് US പ്രസിഡൻറ്റ് ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് മാർക്കറ്റിനെ ഏറെക്കുറെ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അദ്ദേഹം പറഞ്ഞത് ആവശ്യത്തിന് അയവ് ഉണ്ടാകുമെന്നാണ്. അതിനുശേഷം ഇന്നലെ US മാർക്കറ്റ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സിലാണ്. ഇന്നലെ വലിയ മുന്നേറ്റം നടത്തിയ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ഇന്നും പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് നേട്ടം അല്പം കുറച്ചു എന്ന് മാത്രം. സ്ട്രൈറ്റ്ലി ഇപ്പോൾ ഇങ്ങനെ വന്നിരുന്ന 5 ദിവസമായിട്ട് വന്നിരുന്നത് ഇന്ന് അല്പം താഴത്തേക്ക് കുറച്ചൊരു ചെറുതായിട്ട് താഴത്തേക്ക് വന്നു എന്ന് മാത്രം. എന്നിരുന്നാലും ഇന്നും തുടർച്ചയായ 7ാമത്തെ സെഷനിലും അവയ്ക്ക് നേട്ടത്തിൽ തന്നെ തുടരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം സെൻസെക്സിനെ സംബന്ധിച്ചിടത്തോളം 78,741 എന്ന ഇൻട്രാഡേ ഹൈ ക്രിയേറ്റ് ചെയ്ത ശേഷം താഴോട്ട് പോയി 78,017 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് പ്രീവിയസ് ഡേയിൽ നിന്ന് 32 പോയിൻ്റ് മാത്രമാണ് ഉയർന്നത് ഇന്ന്. അതേപോലെ തന്നെ നിഫ്റ്റി 10 പോയിൻ്റ് നേരിയ നേട്ടത്തോടെ 10 പോയിൻ്റ് ഉയർന്ന് 23,668 ക്ലോസ് ചെയ്തു. ഇന്ന് നിഫ്റ്റി 23,869 23,627 ഇടയിലാണ് ട്രേഡിംഗ് നടത്തിയിരിക്കുന്നത്. അതേസമയം വെനസ്വേലയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് 25% ചുങ്കം ചുമത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനെ തുടർന്ന് ക്രൂഡ് ഓയിൽ വില $73 എത്തി നിൽക്കുകയാണ്. എല്ലാ രാജ്യങ്ങൾക്കും പകരം ചുങ്കം ചുമത്തുകയില്ലെന്ന് ഇന്നലെ വാൾ സ്ട്രീറ്റ് ജേണലും ബ്ലൂംബർഗ് ന്യൂസും റിപ്പോർട്ട് ചെയ്തിരുന്നു. യൂറോപ്യൻ യൂണിയൻ അടക്കം 15% രാജ്യങ്ങളാണ് ഏപ്രിൽ 2 പ്രഖ്യാപനത്തിൽ ചുങ്കത്തിന് വിധേയരാകുക എന്നാണ് റിപ്പോർട്ട്. ഇന്ത്യ ഇതിൽ പെടുന്നുണ്ട്. US-മായി വ്യാപാരമിച്ചമുള്ള ഇന്ത്യ, ചൈന, ഓസ്ട്രേലിയ, കാനഡ, ബ്രസീൽ, യൂറോപ്യൻ യൂണിയൻ, ജപ്പാൻ, ദക്ഷിണ കൊറിയ, മെക്സിക്കോ, റഷ്യ, വിയറ്റ്നാം എന്നിവയുടെ പേര് റിപ്പോർട്ടുകളിലുണ്ട്. ഇന്ത്യയുമായി പുതിയ വ്യാപാര കരാർ കാര്യം ചർച്ച ചെയ്യാൻ US പ്രതിനിധി സംഘം ഇന്ന് ഡൽഹിയിലെത്തിയിട്ടുണ്ട്. ആ ചർച്ച 4-5 ദിവസം നീളും. ഏതെല്ലാം മേഖലകളിൽ എത്ര മാറ്റം വരുത്തണം എന്നതാണ് ചർച്ച നടക്കുക. ഇന്ന് സെൻസെക്സിലെ 30 സ്റ്റോക്കുകളിൽ 20 എണ്ണവും ഇന്ന് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. സൊമാറ്റോ, ഇൻഡസിൻഡ് ബാങ്ക്, അദാനി പോർട്സ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവ 5.57% വരെ നഷ്ടം നേരിട്ടപ്പോൾ അൾട്രാടെക് സിമെൻറ്റ്, ബജാജ് ഫിൻസർവ്, അതേപോലെ ട്രെൻഡ്, ഗ്രാസിം ഇൻഡസ്ട്രീസ്, ഇൻഫോസിസ് തുടങ്ങി ഭാരതി എയർടെൽ എന്നിവ 3.32% ഉയർന്ന് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വരും ദിവസങ്ങളിൽ മാർക്കറ്റിനെ വീക്ഷിക്കുന്നവർക്ക് ശ്രദ്ധിക്കാനുള്ളത് US ഈ മാസത്തെ കൺസ്യൂമർ കോൺഫിഡൻസ് ഡാറ്റ വരാനുണ്ട്. അതേപോലെ ഫെബ്രുവരിയിലെ പുതിയ ഹോം സെയിൽസ് ഡാറ്റ വരാനുണ്ട്. അതേപോലെ തന്നെ റിച്ച്മണ്ട് ഫെഡറൽ റിസർവിൻ്റെ മാർച്ചിലേക്കുള്ള മാനുഫാക്ചറിംഗ് ഇൻഡെക്സ്, ഫെഡ് ഗവർണർ
അഡ്രിയാന ക്ലൂഗർ, ന്യൂയോർക്ക് ഫെഡ് പ്രസിഡന്റ് ജോൺ വില്യംസ് എന്നിവരുടെ പ്രസംഗങ്ങൾ എന്നിവ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇവൻറ്റുകളാണ്. നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് വരുമ്പോൾ 1 ഡേ ടൈം ഫ്രെയിമിൽ റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്കിവിടെ കാണാൻ കഴിയും ട്രെൻഡ് റിവേഴ്സൽ തന്നെയാണ്, മുകളിലേക്ക് തന്നെയാണ് നമുക്ക് പോകാനുള്ള ടെൻഡൻസി കൂടുതലും. നമ്മൾ നേരത്തെ വരച്ചതാണ്. അതോടൊപ്പം തന്നെ ഇവിടെ നമ്മൾ 2 ദിവസം മുന്നേ പറഞ്ഞ പോലെ ആ ഒരു ചെറിയ റെസിസ്റ്റൻസിനെ റെസ്പെക്റ്റ് ചെയ്ത് താഴത്തേക്ക് വന്നതായിട്ട് വേണം നമുക്ക് മനസ്സിലാക്കാൻ. 23,800 എന്നുള്ള റെസിസ്റ്റൻസ് സോൺ നമ്മൾ പലതവണ പറഞ്ഞിരുന്നു. അതിനെ റെസ്പെക്റ്റ് ചെയ്ത് ചെറുതായിട്ട് താഴത്തേക്ക് ഇന്ന് വന്നു. പക്ഷേ നല്ല വോളറ്റിലിറ്റി ആയിരുന്നു. ഇനി ഈ ലൈന് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 1 ഡേ ടൈം ഫ്രെയിമിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് ഒരു ഇവിടെയാണുള്ളത് 24,050. ഓക്കെ, അപ്പോൾ തീർച്ചയായും നമുക്ക് വരും ദിവസങ്ങളിൽ 23,800 എന്നുള്ള ഒരു മേജർ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്നത്തേക്ക് വാച്ച് ചെയ്യാൻ പറഞ്ഞ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നിഫ്റ്റിയിൽ നോക്കാം. നമുക്ക് നോക്കൂ, സെക്കൻഡ് റെസിസ്റ്റൻസ് മുകളിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിഫ്റ്റിയിൽ നമ്മുടെ ലെവലുകൾ ആക്റ്റീവായിട്ടില്ല. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നോക്കൂ, സപ്പോർട്ട് ലെവലിനും റെസിസ്റ്റൻസ് ലെവലിനും നടുവിലാണ് ഇന്ന് ഓപ്പൺ ചെയ്തത്. നേരെ മുകളിലേക്ക് പോയി നമ്മുടെ ഫസ്റ്റ് റെസിസ്റ്റൻസ് ബ്രേക്കൗട്ട് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തു. പിന്നീട് നേരെ താഴത്തേക്ക് വരികയാണ് ചെയ്തത്. താഴത്തേക്ക് വന്നെങ്കിലും നമ്മുടെ ഫസ്റ്റ് സപ്പോർട്ട് ലൈന് ജസ്റ്റ് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും ഇന്ന് നമ്മുടെ ലെവലുകൾ ആക്റ്റീവായിട്ടില്ല. സെൻസെക്സിലേക്ക് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് റെസിസ്റ്റൻസിൻ്റെയും സെക്കൻഡ് റെസിസ്റ്റൻസിൻ്റെയും ഇടയിലല്ല, ഫസ്റ്റ് റെസിസ്റ്റൻസിനോട് ചേർന്നാണ് ഓപ്പൺ ആയിരിക്കുന്നത്. സെൻസെക്സിലേക്ക് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റെസിസ്റ്റൻസിൻ്റെ ഇടയിലാണ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം നേരെ താഴത്തേക്ക് വന്നു. അതിനുശേഷം നേരെ ഈ റെസിസ്റ്റൻസ് ലെവലിൻ്റെ മുകളിലേക്ക് പോയി. പക്ഷേ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തത് അതിൻ്റെ നടുവിൽ തന്നെയാണ്. പിന്നീട് സെക്കൻഡ് ക്യാൻഡിൽ സെക്കൻഡ് റെസിസ്റ്റൻസ് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തു. ആ സ്ഥിതിക്ക് ഇവിടെ നിന്ന് നമ്മൾ മെഷർമെൻറ്റ് പിടിക്കുകയാണെങ്കിൽ കേവലം 270 പോയിൻറ്റിൻ്റെ റാലി നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സെൻസെക്സിൽ നമുക്ക് ആക്റ്റീവായിട്ടുണ്ട്. പിന്നീട് താഴെ വന്ന് നമ്മുടെ സപ്പോർട്ട് ലെവലുകളിലേക്ക് എത്തിയിട്ടില്ല, അതിനു മുമ്പ് ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ സെൻസെക്സിൽ മാത്രമേ നമുക്കിന്ന് നമ്മുടെ ലെവലുകൾ ആക്റ്റീവായിട്ടുള്ളൂ. ഇനി നാളെ നമുക്ക് ഏതെല്ലാം സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകളാണ് വാച്ച് ചെയ്യണമെന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് 23,745. ഓക്കെ, സെക്കൻഡ് റെസിസ്റ്റൻസ് 23,870. ഈ 2 ലൈനുകൾ നോക്കാം. സപ്പോർട്ടിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 23,570 സെക്കൻഡ് സപ്പോർട്ടാണ് ഒന്നുകൂടെ സെക്യൂർ 23,430. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് റെസിസ്റ്റൻസ് 52,060, സെക്കൻഡ് റെസിസ്റ്റൻസ് 52,270. ഫസ്റ്റ് സപ്പോർട്ടായിട്ട് നമുക്ക് 50,000 ഫസ്റ്റ് സപ്പോർട്ടായിട്ട് നമുക്ക് ഈ ഒരു ഏരിയയിൽ വയ്ക്കാം 51,330. സെക്കൻഡ് സപ്പോർട്ട് 50,800. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഇങ്ങനെയും വാച്ച് ചെയ്യാവുന്നതാണ്. അതിനു മുമ്പ് നിങ്ങൾക്ക് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താലും ഈ റെസിസ്റ്റൻസും നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ് 51,785. ഓക്കെ, ഇത് അത്യാവശ്യം ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് തന്നെയാണ്. ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 52,060 വരെ പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ 2-3 റെസിസ്റ്റൻസുകൾ, ഈ 2 റെസിസ്റ്റൻസുകൾ നിങ്ങൾക്ക് മസ്റ്റായിട്ട് വാച്ച് ചെയ്യാം. സെൻസെക്സിലേക്ക് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് 78,240 വാച്ച് ചെയ്യാവുന്നതാണ്. സെക്കൻഡ് റെസിസ്റ്റൻസ് 78,740. ഓക്കെ, അതേപോലെ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് നമുക്ക് ഇത് വാച്ച് ചെയ്യാവുന്നതാണ് 77,630. സെക്കൻഡ് 77,190. സെൻസെക്സിൽ ഇങ്ങനെയും വാച്ച് ചെയ്യാം. ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്യുക.
ആഡ് ചെയ്തതിന് ശേഷം സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നിങ്ങൾ ഇത് നോക്കി വരയുകയോ എഴുതി വയ്ക്കുകയോ സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിക്കുകയോ ചെയ്യുക. നാളെ ഈ പറഞ്ഞ ലെവലുകളെല്ലാം ബ്രേക്കൗട്ട് ചെയ്യുകയോ റെസ്പെക്റ്റ് ചെയ്ത് റിട്ടേൺ വരികയോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കി പഠിക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.